നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ സ്വരച്ചേർച്ചകൾ കൊട്ടിഘോഷിച്ചു നടന്ന BJPക്ക് ഇപ്പോൾ അടിക്കുമേൽ അടികിട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വന്തം നിഴലായ RSSുമായിട്ടാണ് BJPക്കുള്ളിൽ തർക്കം ആരംഭിച്ചിട്ടുള്ളത്. നേരത്തെ ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് RSS വിട്ടുനിന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പാർട്ടി തലത്തിലുണ്ടായ അസ്വസ്ഥതയാണ് പ്രവർത്തനത്തെ ബാധിച്ചതെന്ന് RSS പ്രവർത്തകർ തുറന്നു പറയുകയും ചെയ്തിരുന്നു. ഈ ഒരു അവസരത്തിലാണ് ഇപ്പോൾ RSS BJPക്കെതിരെ വീണ്ടും മുന്നോട്ട് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ BJP RSSനെ തള്ളിപ്പറഞ്ഞപ്പോൾ ഇന്ന് മോദി ഭരണത്തിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് RSS അധ്യക്ഷൻ മോഹൻ ഭാഗവത്. മറാത്ത രാജ്ഞിയായിരുന്ന അഹല്യാബായ് ഹോൾക്കറുടെ 300ാം ജന്മദിനത്തിലാണ് മോഹൻ ഭാഗവത് കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. എങ്ങനെയുള്ള ഭരണാധികാരി ആയിരിക്കണം എന്നതിന്റെ ഉദാഹരണമാണ് അഹല്യാബായി എന്നാണ് മോഹൻ ഭാഗവത് പറഞ്ഞിരിക്കുന്നത്. ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നതിനായി അവർ വ്യവസായങ്ങൾ കെട്ടിപ്പടുത്തു. കർഷകർ അടക്കം എല്ലാ വിഭാഗക്കാരെയും പരിഗണിച്ച ഭരണമായിരുന്നു അവരുടേത് എന്നായിരുന്നു മോഹൻ ഭാഗവതിന്റെ പ്രസംഗം. ഇതിലെ ഓരോ വാക്കുകളും വിരൽ ചൂണ്ടുന്നത് മോദി ഭരണത്തിലേക്കാണ്. രാജ്യത്ത് തുല്യ വികസനം നടപ്പാക്കുമെന്നും കൂടുതൽ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുമെന്നും BJP സർക്കാർ പറഞ്ഞപ്പോൾ വർദ്ധിച്ചു വരുന്ന ദാരിദ്ര്യവും ക്ഷാമവും കാരണം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മെട്രോപൊളിറ്റൻ നഗരങ്ങളിലേക്ക് നടന്നിട്ടുള്ളത് വലിയ തോതിലുള്ള കുടിയേറ്റമാണ്. താൻ കർഷകർക്കൊപ്പമാണെന്നും കർഷകരുടെ നീതിക്കായി പോരാടുമെന്നും അഹോരാത്രം പാടി നടന്നപ്പോൾ ഇപ്പോൾ BJP സർക്കാരിൽ നിന്നും നീതിക്കായി പ്രതിഷേധം ഉയർത്തുന്നതും സമരപരിപാടികളിലൂടെ നീതിക്കായി മുറവിളി കൂട്ടുന്നതും ഈ പറഞ്ഞ കർഷകർ തന്നെയാണ്. കർഷകരുടെ പ്രശ്നങ്ങളും തൊഴിലില്ലായ്മയും പരിഹരിക്കുന്നതിൽ മോദി സർക്കാർ പരാജയപ്പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുടനീളം പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. ഈ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് അവ സാധൂകരിക്കും വിധം RSS അധ്യക്ഷന്റെ ആരോപണവും. എന്നും സ്വന്തം കാര്യങ്ങൾക്ക് മാത്രമാണ് BJP മുൻതൂക്കം നൽകിയിരുന്നത്. സ്വന്തം നേട്ടത്തിനായി ആരെ തള്ളിപ്പറയാനും ഒരു മടിയും അവർക്കില്ല. RSSനെ BJP തള്ളിക്കളഞ്ഞത് അതിനുള്ള ഉദാഹരണം തന്നെയാണ്. RSSന്റെ സഹായത്തോടെ നിലനിന്ന സാഹചര്യത്തിൽ നിന്ന് BJP വളരെ ദൂരം മുന്നോട്ടു പോയി. RSSന്റെ സഹായം ആവശ്യമായിരുന്ന കാലത്തു നിന്നും പാർട്ടി ഒരുപാട് വളർന്നു. ഇനി RSSന്റെ സഹായം ആവശ്യമില്ല എന്ന തരത്തിലായിരുന്നു അന്ന് BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ പറഞ്ഞിരുന്നത്. അതേസമയം RSS ആശയങ്ങളിൽ നിന്ന് മോദിയും അമിത്ഷായും അടക്കമുള്ള നേതാക്കൾ അകലുന്നതായി വിമർശനങ്ങളും ഉയർന്നിരുന്നു. തുടക്കത്തിൽ BJPക്ക് ശക്തി കുറവായിരുന്നതിനാൽ RSSന്റെ ആവശ്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത് ഇല്ല. BJP സ്വന്തമായി പ്രവർത്തിക്കുന്നു. അതിനാലാണ് RSSനെ കറിവേപ്പില എന്നോണം വലിച്ചെറിഞ്ഞതും. എന്തായാലും BJPയുടെ പതനം ഇതോടെ ഉറപ്പായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ ഇന്ത്യയുടെ തലപ്പത്തിന് മോദി വേണ്ട എന്ന് തന്നെയാണ് RSS പോലും വ്യക്തമാക്കുന്നത് എന്നതിന്റെ സൂചനയാണ് ഈ വാക്കുകൾ.